ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ വിഭവം ഉണ്ടാക്കാം. ഓണിയൻ കുൽച്ചയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിന് മൈദമാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊരു 6 എണ്ണം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ. പഞ്ചസാരയാണ് പിന്നീട് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരല്പം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി തന്നെ കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ മുമ്പ്, നമ്മളിത് തയ്യാറാക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് കുഴച്ച് വെക്കണം. ഇനി ഇതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് കുഴച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് തുടർച്ചയായിട്ട് നമ്മൾ കുഴച്ചെടുത്താണിത്. ഇതിനി ഇതുപോലെ ടക്കിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 9 മണിക്കൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ തന്നെ ഇത് സെറ്റാക്കി വെക്കണം. ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ്. പിന്നെ കറിയൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനല്ലെങ്കിലും ഏത് നേരത്തും ഡിന്നറിനൊക്കെ കഴിക്കാനാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഇതേ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഓണിയൻ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു വലിയ സവാള ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തതിലേക്ക് കുറച്ച് മല്ലിയില ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് ചാട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് അതൊന്നും ഇരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റിനനുസരിച്ചിട്ട് സ്പൈസസ് ചേർത്തത്. നിങ്ങൾക്ക് ചിക്കൻ മസാല അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ. പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ടേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മൈദ കുഴയ്ക്കും തോറും നല്ലോണം സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വലിയ ബോൾസ് ആക്കിയാണ് എടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ഉരുളയാക്കി വേണം ഇതിനെ എടുക്കാനായിട്ട്. ഇനി നമ്മൾ പരത്തിയെടുക്കണം ഇത്. അപ്പോൾ കുൽച്ചയുടെ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് നീളത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേനും വീണ്ടും ചുരുങ്ങി അങ്ങനെ പോരും. അത്രയും സമയം ഇരുന്നത് കൊണ്ടാണത്. അത് കുഴപ്പമില്ല. നമ്മൾ ഓണിയൻസ് മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തിയാൽ പിന്നെ ചുരുങ്ങില്ല. അപ്പോൾ ഈ ഒരു നീളം ഷേപ്പിലാണ് ഉണ്ടാവുക കുൽച്ച. അപ്പോൾ ആ ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ മിക്സ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. സാധാരണ ഈ കുൽച്ചയൊക്കെ ഉണ്ടാക്കുന്നത് ഓവനിലാണ്. നമ്മളിത് തവയിലാണ് ഉണ്ടാക്കുന്നത്, പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണിയൻ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പ് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായി സ്റ്റിക്കായിരിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇതിനി ചുരുങ്ങി പോവുകയില്ല. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈങ് പാനിലിട്ട് ചുടുമ്പോൾ ശരിക്കും ഇത് നമുക്ക് ഓവനിലെ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്രഷ് കൊണ്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ
ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ നിന്നോളും. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയാം. ഇനി നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. ഇനി നമ്മളിതിൻ്റെ മുകൾ വശം ഈ ഒരു രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫയറിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഓണിയൻ കുൽച്ച റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. നമ്മൾ ഡയറക്റ്റ് തീയിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്തത് കാരണം തന്നെ ഈ ഉള്ളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളിതുപോലെ ഒരു ദിവസം ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.